ഈ അസിതയും വസന്തും കൂടി പറയുന്ന കേട്ടാൽ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ഇല്ല എന്ന് തോന്നുമല്ലോ. 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടേ ഇല്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടേ ഇല്ല. അല്ല 19 പക്ഷേ അങ്ങനെ ഒരു ഡസനോളം നേതാക്കൾ ജയിലിൽ കിടക്കുമ്പോൾ മറുവശത്ത് നിങ്ങൾ സ്വീകരിച്ച നിലപാടിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സർക്കാരിനെയും ആ സർക്കാരിന്റെ പ്രധാനമന്ത്രിക്കും പാദസേവ ചെയ്തോളാം എന്ന് കത്തെഴുതിയിട്ട് ഞങ്ങൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുക? ഞാൻ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ അസിതയുടെ ഒരു മിനിമം കാര്യം ചോദിക്കട്ടെ. അസിതയുടെ അറിവിൽ ഏതെങ്കിലും CPM നേതാക്കന്മാർ ഈ കാലഘട്ടത്തിൽ മരണപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ മരണപ്പെട്ടിട്ടുണ്ടോ? തിരിച്ച് രാജ്യത്ത് താങ്കൾ പറഞ്ഞല്ലോ ഒരുപാട് പേർ ജയിലിൽ കിടക്കുമ്പോൾ അവരെയൊക്കെ മോചിതരാക്കാനാണ് കത്തെഴുതിയത്. ഏതെങ്കിലും CPM-കാർ മാപ്പ് എഴുതിയായിരുന്നു? ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, അതുകൊണ്ടാണല്ലോ ഞാൻ തിരിച്ചു ചോദിച്ചത്. എവിടെയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ? അല്ല, നിങ്ങൾ വായിക്കുന്ന പത്രം വച്ചിട്ടല്ലോ ഞാൻ പറയുന്നത്. നിങ്ങൾ വായിക്കുന്ന ലേഖനം നിങ്ങളുടെ കയ്യിലുണ്ട്, അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ഈ ദേവറസ് എഴുതിയ കത്തുകളൊക്കെ നിയമസഭാ രേഖകളായി ഉണ്ടെന്നേ താങ്കൾക്ക് പരിശോധിക്കാവുന്നതല്ലേ? അത് അതിലൊക്കെയും പറയുന്നുണ്ട് ഞങ്ങൾ അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായി പ്രവർത്തിച്ചു കൊള്ളാം, എല്ലാവരെയും ജയിൽ മോചിതരാക്കിയാലെന്ന്.